അയാളെ തോൽക്കാൻ പാടില്ലായിരുന്നു. അയാളെ തോൽപ്പിച്ച് നേമത്തെ ജനങ്ങൾ വിജയിപ്പിച്ചത് ഒരു വർഗീയവാദിയാണ്. ആരാണ് ശിവൻകുട്ടി? സ്കൂൾ കുട്ടികൾക്കിടയിൽ വിപ്ലവം കൊണ്ടുവന്ന ഒരു മനുഷ്യൻ, സ്കൂൾ കുട്ടികൾക്കിടയിൽ തുല്യത കൊണ്ടുവന്ന മനുഷ്യൻ. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് അനുഭവിച്ചിട്ടുള്ള ചില വിവേചനങ്ങളില്ലേ? വസ്ത്രത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, സാമ്പത്തികതയുടെ പേരിൽ, വിദ്യാഭ്യാസത്തിന്റെ പേരിലൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള വിവേചനങ്ങളെ ഇല്ലാതെയാക്കിയ വിപ്ലവം സൃഷ്ടിച്ചൊരു മനുഷ്യനെയാണ് നേമത്തെ ജനങ്ങൾ തോൽപ്പിച്ചത്. പ്രിയപ്പെട്ട കോൺഗ്രസുകാരെ, ഈ തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കണമെന്നും വലിയ നേട്ടമുണ്ടാക്കണമെന്നും ആഗ്രഹിച്ച ഒരാളായിരുന്നു. പക്ഷെ ശിവൻകുട്ടിയെ തോൽപ്പിക്കാൻ നിങ്ങൾ കൂട്ടുനിൽക്കേണ്ടായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനർത്ഥം നിങ്ങൾക്ക് മത്സരിക്കണം, അതല്ല ഞാൻ പറഞ്ഞത്. മഞ്ചേശ്വരത്ത് AK അഷ്റഫിനെ വിജയിപ്പിച്ചവരിൽ ഇടതുപക്ഷത്തിന്റെ റോള് എത്ര വലുതാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഇടതുപക്ഷം എവിടെയാണ് പരാജയപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം എന്താണ്? വിശക്കുന്നവന്റെ വയറ് കാണുമ്പോൾ, പണിയെടുക്കുന്നവന്റെ ദുരിതം കാണുമ്പോൾ കണ്ണ് നിറയണം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. അതുണ്ടായില്ല എന്നുള്ളതാണ്. കോർപ്പറേറ്റിന്റെ തിണ്ണകേറിയും സുതാൽപര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പാർട്ടിയുടെ നയങ്ങളെ തിരുത്തിയും രാഷ്ട്രീയ പാപ്പരത്തം കാണിച്ചും നിങ്ങളുടെ നേതൃത്വം മുന്നോട്ട് പോയപ്പോൾ ജനം നിങ്ങളെ തിരുത്താൻ തയ്യാറായി. ഒപ്പം നിങ്ങളുടെ തന്നെ കേഡർ വോട്ടുകളും തിരുത്താൻ തയ്യാറായി. ഇടതുപക്ഷം വരണം, ഇല്ലെങ്കിൽ ആ ക്യാപ്പിൽ BJP കയറും എന്ന് ഉത്തമ ബോധ്യമുള്ള ഒരു മലയാളിയാണ് ഞാൻ. ഇടതുപക്ഷത്തെ കേരളത്തിന് ആവശ്യമാണ്. തിരിച്ചു വരണം. തിരിച്ചറിഞ്ഞും തിരുത്തിയും നിങ്ങളുടെ ചെങ്കൊടി ഈ നാട്ടിൽ അത്യാവശ്യമാണ്, വരേണ്ടതാണ്. ശിവൻകുട്ടിയെ പോലെയുള്ള ആളുകളുടെ തോൽവി എന്നെ ഏറെ ഭയപ്പെടുത്തുന്നുണ്ട്. ഈ വിജയത്തിൽ, UDFന്റെ ഈ നേട്ടത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ആ 3 അക്ക സംഖ്യ കാണുമ്പോൾ ഞാൻ ഏറെ ഭയപ്പെട്ടു പോവുകയാണ്. ഇന്ത്യയിൽ പടർന്നു പന്തലിച്ച കാവ്യരാഷ്ട്രീയം ഈ പറയുന്ന 3 അക്കത്തിൽ നിന്ന് തന്നെയായിരുന്നു തുടർന്നത്. ഭയപ്പെടേണ്ടതുണ്ട്, അവരെ തുരത്തി ഓടിക്കേണ്ടതുണ്ട്. കോൺഗ്രസും ഇടതുപക്ഷവും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതുണ്ട്.